ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഞാൻ നിങ്ങളുടെ ജോബി സിസ്റ്ററാണ്. കുറച്ച് ദിവസം സിസ്റ്റർ അവധിയിലായിരുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ് എടുക്കുന്നത് സിസ്റ്ററാണ്. നമ്മൾ ആദ്യത്തെ കവിത പഠിച്ചു കഴിഞ്ഞു. എഴുത്തച്ഛൻ്റെ കവിതയാണ്. എഴുത്തച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കവിത എല്ലാവരും അക്ഷരത്തെറ്റില്ലാതെ നന്നായി വായിക്കുവാനും അതുപോലെ കവിതയിലെ വരികളുടെ അർത്ഥവും നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. കവിത നിങ്ങൾ പഠിച്ചതാണ് എങ്കിലും ഒരു പ്രാവശ്യം സിസ്റ്റർ കവിതയുടെ ആശയം ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. എല്ലാവരും പാഠഭാഗം ശ്രദ്ധിച്ചിരിക്കുക. ഭീഷ്മപർവം പാടിത്തളർന്ന കിളിപ്പെണ്ണിന് പൈതാഹം തീർക്കാനുള്ള വക ഒരുക്കാമെന്ന് കവി പറയുകയാണിവിടെ. എന്തൊക്കെയാണ് ഒരുക്കുന്നത്? പഞ്ചവർണ്ണ കിളിപ്പെണ്ണെ, നീ സന്തോഷപൂർവ്വം എൻ്റെ ചെവി രണ്ടും കുളിർക്കെ പറഞ്ഞാലും, കുറുക്കിക്കൊഴുത്ത പാലിൽ പഞ്ചസാര പൊടി ചേർത്ത് കുഴമ്പാക്കിയതും നല്ല കദളിപ്പഴങ്ങൾ തിരുമിയുടച്ച് തേൻ ചേർത്തതും കൽക്കണ്ടവും ശർക്കരയും എല്ലാം കൂടി നല്ല വെള്ളിത്തളികയിൽ വിളമ്പി വച്ചിരിക്കുന്നതിൽ നിന്ന് അല്ലയോ കിളിപ്പെണ്ണെ, നിനക്കിഷ്ടമുള്ളത് എടുത്തു കഴിച്ചാലും, നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവുമൊക്കെ ഇതാ നിനക്ക് മതിയാവോളം കഴിച്ചാലും. അടുത്ത ഭാഗത്തായി കവി പറയുന്നു, ശത്രു സൈന്യത്തിനു വേനൽ പോലുള്ള, അതായത് ശത്രുക്കളെ പീഡിപ്പിക്കുന്നവനായ ഭീഷ്മർ ശരശയനത്തിൽ വീണതിനു ശേഷം തോറ്റ സുയോധനൻ തുടങ്ങിയ നൂറ്റവർ എന്തു ചെയ്തു എന്ന് നീ പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ കിളിപ്പെണ്ണ് മറുപടി പറഞ്ഞു, പറയുവാൻ ആവതില്ലെങ്കിലും ഒട്ടൊക്കെ വളരെ ചുരുക്കി ഞാൻ പറയാം. ഇതാണ് കവിതയുടെ ആശയം. ഇനി പഠന പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്യാറുള്ളത് പോലെ തന്നെ അർത്ഥം, പര്യായം, വിപരീതം തുടങ്ങിയ പാഠാനുബന്ധ പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പ്രിന്റ് ചെയ്ത ഒരു കോപ്പി സിസ്റ്റർ നിങ്ങൾക്ക് അയച്ചു തരാം. അത് നോക്കി അക്ഷരത്തെറ്റില്ലാതെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. അതിനുശേഷം പാരൻസിനെ കാണിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. 2-3 പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ സിസ്റ്റർ നോട്ട്ബുക്ക് ചോദിക്കും. അതുകൊണ്ട് ഓരോ പാഠവും പഠിച്ചു കഴിയുമ്പോൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇനി നിങ്ങളിൽ ആരെങ്കിലും പുസ്തകം വാങ്ങാനുണ്ടെങ്കിൽ പുസ്തകം ഇവിടെ വന്നിട്ടുണ്ട്, ഉടനെ വന്ന് വാങ്ങുക. അടുത്ത ക്ലാസ് മുതൽ എല്ലാവർക്കും ടെസ്റ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.